ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ്. നമുക്കറിയാം, സോളിഡ് എന്നുള്ള അവസ്ഥ മാറ്ററുകളെ പല രൂപത്തിലേക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സോളിഡ് സ്റ്റേറ്റ് എന്നുള്ളത്. സോളിഡ് എന്ന് പറയുമ്പോൾ ഇൻകംപ്രസിബിൾ ആണ്, നമുക്കതിനെ കംപ്രസ് ചെയ്യാൻ കഴിയില്ല. റിജിഡ് ആണ്. അതേപോലെ തന്നെ അവിടെ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾ, ആ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിളുകൾ തമ്മിൽ നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അത് ഡിസ്റ്റൻസ് ചെറുതാണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടിയതാണ്. പിന്നെ കൃത്യമായ മാസ് ഉണ്ടായിരിക്കും, ഷേപ്പ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഉള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ സോളിഡ് എന്ന് വിളിക്കുക. ഈ സോളിഡുകളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രൂപത്തിലേക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, മറ്റൊന്ന് അമോർഫസ് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡുകളും അമോർഫസ് സോളിഡുകളും. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു വുഡ്, മരം, അല്ലെങ്കിൽ സ്റ്റോൺ, കല്ല്, ഇതൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വളരെ റിജിഡ് ആയിരിക്കും, വളരെ കട്ടി കൂടിയതായിരിക്കും. അതേസമയം റബ്ബർ, പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബേക്കറിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഹലുവ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കുറെ കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെന്തിനെ അങ്ങോട്ടും കൂടെ ഒക്കെ എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്ന സോളിഡുകളെയാണ് അമോർഫസ് സോളിഡ്സ് എന്ന് വിളിക്കുക. അമോർഫസ് സോളിഡ് വളരെ റിജിഡ് ആയിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റാത്ത സോളിഡുകളെ അതിനെ വിളിക്കുന്ന പേര് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നാണ്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്, അമോർഫസ് സോളിഡ്, ഇങ്ങനെ രണ്ട് ടൈപ്പ് സോളിഡുകളുണ്ട്. ഓക്കെ, അതില് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രത്യേകത ഹാവ് റെഗുലർ ഷേപ്പ്. അതിന് കൃത്യമായ ഒരു ഷേപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനെ എടുക്കുകയാണെങ്കിൽ അതിന്റെ രൂപത്തിൽ എടുക്കാം. അതേസമയം അമോർഫസ് സോളിഡിനാണെങ്കിലോ ഇറഗുലർ ഷേപ്പ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ അതിങ്ങനെ പിടിക്കുമ്പോൾ നമ്മളുടെ കയ്യിന്റെ രൂപത്തിലേക്ക് മാറ്റാം. അതിൽ ആ രൂപത്തിലേക്ക് അതിന്റെ ഷേപ്പിനെ മാറ്റാനൊക്കെ പറ്റും. അതാണ് ഇറഗുലർ ഷേപ്പ്. പിന്നെ ക്രിസ്റ്റലൈൻ സോളിഡ് ഹാവ് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാല് പാർട്ടിക്കിൾസ് ഒക്കെ വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാ ഭാഗത്തും പാർട്ടിക്കിൾ ഒരേ രൂപത്തിലായിരിക്കും. അതാണ് ലോങ് റേഞ്ച് ഓർഡർ. ക്രിസ്റ്റലൈൻ സോളിഡ് ഹാവ് ലോങ് റേഞ്ച് ഓർഡർ. അതേസമയം അമോർഫസ് സോളിഡോ അത് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ് കാണിക്കുക. അത് പാർട്ടിക്കിൾസ് എല്ലാ ഭാഗത്തും ഒരേപോലെ പാക്ക്ഡ് അല്ല. അതാണ് ഷോർട്ട് റേഞ്ച് ഓർഡർ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഞാനൊരു സോളിഡ് വരയ്ക്കാണ്. ഇവിടെ പാർട്ടിക്കിളൊക്കെ ഏകദേശം ഒരേ രൂപത്തിലാണ്, ഒരേ സൈസുള്ള പാർട്ടിക്കിള് ഒരേ രൂപത്തിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ലോങ് റേഞ്ച് ഓർഡർ എന്ന് വിളിക്കാം. അതേസമയം ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തും പാർട്ടിക്കിൾസ് ഒരുപോലെ അല്ല. ഇപ്പൊ ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഈ പാർട്ടിക്കിൾ ഇത്രയും സൈസ് ഉണ്ട്, ഇവിടെ അതിനേക്കാളും കൂടുതലാണ്, ഇവിടെ വേറെ രണ്ട് രൂപത്തിലാണ്. അങ്ങനെ പാർട്ടിക്കിള് കൃത്യമായ ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ന് ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് വിളിക്കും. ഷോർട്ട് റേഞ്ച് ഓർഡർ. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ് ലോങ് റേഞ്ച് ഓർഡർ കാണിക്കുന്നു, അമോർഫസ് സോളിഡ് ഷോർട്ട് റേഞ്ച് ഓർഡർ കാണിക്കുന്നു. പിന്നെ ക്രിസ്റ്റലൈൻ സോളിഡ് ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. അത് മെൽറ്റ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ വളരെ കൃത്യമാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. അമോർഫസ് സോളിഡ് ഹാവ് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. അമോർഫസ് സോളിഡിന് മെൽറ്റിംഗ് പോയിന്റ് അത്ര ഷാർപ്പല്ല. ദെൻ ക്രിസ്റ്റലൈൻ സോളിഡുകൾ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അതാണ് റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്.
കട്ട് ചെയ്യുന്ന സമയത്ത് റെഗുലർ ആയിട്ട് ക്ലീവ് ചെയ്യുന്നു. കൃത്യമായിട്ട് ഹാഫ് പാർട്ടുകളാക്കിയിട്ട് നമുക്ക് മാറ്റാം. ക്രിസ്റ്റലൈൻ സോളിഡ് ഗീവ് റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്. അമോർഫസ് സോളിഡിന്റെ കേസിലോ ഇറഗുലർ ക്ലീവേജ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പോൾ 50-50 എന്നുള്ള റേഞ്ചിലേക്ക് എത്തണില്ല. ഇറഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്. പിന്നെ ക്രിസ്റ്റലൈൻ സോളിഡ് ഹാവ് ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അത് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ അവിടെ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നുള്ളത്. ക്രിസ്റ്റലൈൻ സോളിഡ് റെഗുലർ ഷേപ്പ് ഉണ്ടായതുകൊണ്ടും ലോങ് റേഞ്ച് ഓർഡർ കാണിക്കുന്നത് കൊണ്ടും ഒക്കെ അതിന്റെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വളരെ കൃത്യമാണ്. ഹാവ് ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അമോർഫസ് സോളിഡിന്റെ കേസിൽ കൃത്യമായ അറേഞ്ച്മെന്റ് കാണിക്കാത്തത് കൊണ്ട് ഹീറ്റ് ഓഫ് ഫ്യൂഷനും അത്ര കൃത്യമല്ല. നോ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. നോ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. പിന്നെ ഒരു പ്രോപ്പർട്ടിയാണ് ക്രിസ്റ്റലൈൻ സോളിഡ് ആർ അനൈസോട്രോപിക്. അനൈസോട്രോപിക്. What is anisotropy? Anisotropy means different properties in different direction. വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത പ്രോപ്പർട്ടി കാണിക്കാൻ പറ്റും. അതാണ് അനൈസോട്രോപിക്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. അമോർഫസ് സോളിഡ് എടുത്താലോ that is isotropic. സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട്. എല്ലാ ഭാഗത്തും ഒരേ പ്രോപ്പർട്ടി കാണിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഐസോട്രോപിക് എന്നാണ്. ഈ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ്. യഥാർത്ഥ സോളിഡ് എന്നുള്ളത് ആരാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ്. അമോർഫസ് സോളിഡ്സ് ആർ സ്യൂഡോ സോളിഡ്. അമോർഫസ് സോളിഡ് സ്യൂഡോ സോളിഡ് ആണ്, ഫാൾസ് സോളിഡ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡിന് ചില എക്സാമ്പിൾ നോക്കാം. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് എക്സെട്ര. അമോർഫസ് സോളിഡ് റബ്ബർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് എക്സെട്ര. നമുക്കൊന്നുകൂടെ പറയാം. സോളിഡുകൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്രിസ്റ്റലൈൻ സോളിഡുകളും അമോർഫസ് സോളിഡുകളും. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രത്യേകത ഹാവ് റെഗുലർ ഷേപ്പ്. അമോർഫസ് സോളിഡ് ഇറഗുലർ ഷേപ്പ്. ഹിയർ ലോങ് റേഞ്ച് ഓർഡർ, ഷോർട്ട് റേഞ്ച് ഓർഡർ. ഹിയർ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്, no sharp melting point. Regular cleavage on cutting, the irregular cleavage. Here have definite heat of fusion, the not definite heat of fusion. Crystalline solids are anisotropic, amorphous solids are isotropic. Crystalline solids are true solids. Example: sodium chloride, potassium chloride, etc. Amorphous solids are pseudo solid. Example: rubber, glass, plastic, etc. Okay. Then classification of crystalline solids. Crystalline സോളിഡുകളെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ട് ക്രിസ്റ്റലൈൻ സോളിഡുകളെ പറ്റി മാത്രമാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതായത് നമുക്കറിയാം, സോളിഡ് നിർമ്മിക്കണമെങ്കിൽ അതിൽ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് എല്ലാം സെയിം അല്ല. കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾ മാറുന്നതിനനുസരിച്ച് ആ സോളിഡിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വരും. അപ്പൊ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ക്ലാസിഫിക്കേഷൻ വരിക. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ കേസിൽ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണെങ്കിൽ, കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണെങ്കിൽ അതിന് പറഞ്ഞ പേര് മോളിക്യുലാർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് അയോണുകളാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് അയോണിക് സോളിഡ്സ്. അയോണിക് സോളിഡ്സ്. കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് ആർ മെറ്റൽസ്, then metallic solids. Constituent particles metals ആണെങ്കിൽ metallic solids. Constituent particles atoms ആണെങ്കിൽ, constituent particles atoms ആണെങ്കിൽ കോവാലന്റ് സോളിഡ് എന്നാണ് വിളിക്കുക. അതായത് ക്രിസ്റ്റലൈൻ സോളിഡുകളെ നമുക്ക് നാലായിട്ട് തിരിക്കാം. മോളിക്യുലാർ ക്രിസ്റ്റലൈൻ സോളിഡ്, അയോണിക് ക്രിസ്റ്റലൈൻ സോളിഡ്, മെറ്റാലിക് ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് കോവാലന്റ് or network solids. നമുക്ക് ഫസ്റ്റ് നോക്കാം മോളിക്യുലാർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്.
ഇതിന്റെ പ്രത്യേകത മോളിക്യൂളുകൾ പല ടൈപ്പ് ഉണ്ടാവും. മോളിക്യൂളുകൾ നോൺ പോളാർ മോളിക്യൂൾ ഉണ്ട്, അതായത് ഡൈപോൾ മൊമെന്റ് 0 ഉള്ളത്, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ പോളാർ മോളിക്യൂളുകൾ ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യൂളുകൾ ഉണ്ട്. അപ്പൊ ഏതാണോ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് അതിനനുസരിച്ചാണ് ആ സോളിഡിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ആ മോളിക്കുലാർ ക്രിസ്റ്റലൈൻ സോളിഡ് 3 ടൈപ്പാണ്. ഒന്ന് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്, മറ്റൊന്ന് പോളാർ മോളിക്കുലാർ സോളിഡ്, പിന്നെ ഒന്ന് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് നോൺ പോളാർ മോളിക്യൂളുകളായിരിക്കും. നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഡൈപോൾ മൊമെന്റ് 0 ഉള്ള കേസുകൾ. ഡൈപോൾ മൊമെന്റ് 0 ആകാനുള്ള കണ്ടീഷൻ നമുക്കറിയാം. ഒന്ന് ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ലൈക്ക് H2, ഒരേ ന്യൂക്ലിയസ് ഉള്ള ആറ്റങ്ങൾ കൂടി ചേർന്നാൽ അവിടെ ഉണ്ടാവുക നോൺ പോളാർ മോളിക്യൂളാണ്. അല്ലെങ്കിൽ CO2 പോലെ ലീനിയർ മോളിക്യൂൾ, അവരുടെ ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ചെയ്ത് പോകും, 0 ആയിട്ട് വരും. പിന്നെ CCl4 പോലെയുള്ള കോമ്പൗണ്ട് വിത്ത് റെഗുലർ ജോമെട്രി, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ലാത്ത കോമ്പൗണ്ടുകൾ, അതിന്റെ കേസിൽ എന്തുണ്ടായിരിക്കും? നോൺ പോളാർ മോളിക്യൂൾ ആണ്, അപ്പോഴും ഡൈപോൾ മൊമെന്റ് 0 ആണ്. അപ്പൊ നോൺ പോളാർ മോളിക്യുലാർ സോളിഡ് അതിന്റെ എക്സാമ്പിൾ ആണ് ആർഗൺ, കാർബൺ ടെട്രാക്ലോറൈഡ്, ഹൈഡ്രജൻ മോളിക്യൂൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിന്റെ പ്രത്യേകത നോൺ പോളാർ മോളിക്യുലാർ സോളിഡ് വളരെ സോഫ്റ്റ്. നോൺ പോളാർ മോളിക്യുലാർ സോളിഡ് സോഫ്റ്റ് ആണ്. ഇനി പറയാൻ പോണ പോളാർ മോളിക്യുലാർ സോളിഡും സോഫ്റ്റ് ആണ്. രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കണം. രണ്ടും സോഫ്റ്റ് ആയിട്ടുള്ള വസ്തുക്കളാണ്. പിന്നെ അതേപോലെ തന്നെ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ ചെറുതാണ്. ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്, ലോ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ ഇവിടുത്തെ അട്രാക്ഷൻ, നോൺ പോളാർ മോളിക്യുലാർ സോളിഡിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ആണ്. വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ് അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ നോൺ പോളാർ മോളിക്യുലാർ സോളിഡ് സോഫ്റ്റ് ആണ്, പിന്നെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ്, പിന്നെ ഇൻസുലേറ്റർ ഓഫ് ഇലക്ട്രിസിറ്റി. എല്ലാ മോളിക്യുലാർ സോളിഡും ഇലക്ട്രിസിറ്റി ഇൻസുലേറ്റർ ആണ്, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത പോളാർ മോളിക്യുലാർ സോളിഡ് എടുക്കുകയാണെങ്കിൽ അവിടെ പോളാർ മോളിക്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. എക്സാമ്പിൾ ആയിട്ട് HCl, ഹൈഡ്രജൻ ക്ലോറൈഡ്, സൾഫർ ഡയോക്സൈഡ് എക്സെട്ര. ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫർ ഡയോക്സൈഡും ഒക്കെ എടുക്കാം. പിന്നെ അതിന്റെ പ്രത്യേകത ഇതും വളരെ സോഫ്റ്റ് ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റ്, പോളാർ മോളിക്യൂൾ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതായിരിക്കും? ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും. ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. പിന്നെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ് പോളാർ മോളിക്യുലാർ സോളിഡ്. ദെൻ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ സോളിഡ് എടുക്കുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് എന്താ നമുക്കറിയാം. ഹൈഡ്രജനും ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആയ ഫ്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഇതിലേതെങ്കിലുമായിട്ട് ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ബോണ്ടിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുക. ഹൈഡ്രജൻ ബോണ്ടിങ് അതിന് എക്സാമ്പിൾ ആണ് H2O. സോളിഡ് സ്റ്റേറ്റ് ആകുമ്പോൾ H2Oയുടെ സോളിഡ് സ്റ്റേറ്റ് ഏതാണ്? ഐസ്. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ സോളിഡിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഐസിനെ എടുക്കാം. ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യൂളുകളാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതായിരിക്കും? ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ സോളിഡിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് വളരെ ഹാർഡാണ്. നേരത്തെ പറഞ്ഞൊക്കെ സോഫ്റ്റ് ആണെങ്കിലും ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ സോളിഡ്സ് ആർ ഹാർഡ്. പിന്നെ മെൽറ്റിംഗ് പോയിന്റ് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ദെൻ ഇൻസുലേറ്റർ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ ഇത്രയാണ് മോളിക്യുലാർ ക്രിസ്റ്റലൈൻ സോളിഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്, പോളാർ മോളിക്യുലാർ സോളിഡ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ സോളിഡ്സ്. ഓക്കെ, ഇനി നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ക്ലാസിഫിക്കേഷൻ രണ്ടാമത്തെ ടൈപ്പ് എടുക്കാം. അയോണിക് സോളിഡ്. അയോണിക് സോളിഡ്
ഹിയർ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് ആർ അയോൺസ്. അയോണിക് സോൾട്ടിന്റെ കേസിൽ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് ഏതാണ്? അയോണുകളാണ്. ഈ അയോണിക് സോൾട്ടിന്റെ പ്രത്യേകത ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ, വളരെ കട്ടി കൂടിയതാണ്, ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. പിന്നെ ഇൻസുലേറ്റർ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് സ്റ്റേറ്റ്. അയോണിക് സോൾഡുകളൊക്കെ അതിന്റെ പ്യുവർ സ്റ്റേറ്റിൽ, സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്. ബട്ട് അതിന് നമ്മൾ മെൽറ്റ് ചെയ്യുക, ഉരുക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അക്വസ് ഫോമിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാലോ, ഉരുകിയ അവസ്ഥയിൽ മോൾട്ടൺ ഫോമിലും അക്വസ് ഫോമിലും അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ അയോണിക് സോൾട്ടിന്റെ പ്രത്യേകത ഇൻസുലേറ്റർ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് സ്റ്റേറ്റ് ബട്ട് കണ്ടക്ടർ ഇൻ മോൾട്ടൺ ഓർ അക്വസ് സ്റ്റേറ്റ്. പിന്നെ അയോണിക് സോൾട്ടിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് വരിക. കാരണം ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകൾ തമ്മിൽ കൂടി ചേർന്നിട്ടാണ് അയോണിക് സോൾട്ട് ഫോം ചെയ്യുന്നത്. ഇവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് കൂളംബിക് ഫോഴ്സ് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അയോണിക് സോൾട്ടിന്റെ കേസിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് കൂളംബിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് NaCl, മെഗ്നീഷ്യം ഓക്സൈഡ് MgO, സിങ്ക് സൾഫൈഡ് ZnS. അപ്പൊ അയോണിക് സോൾട്ടിന്റെ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്, സിങ്ക് സൾഫൈഡ്. ഓക്കെ, അത് അയോണിക് സോൾട്ടിന്റെ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ്, അയോണുകളാണ്. അയോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാർജ്ഡ് ആറ്റത്തെയാണ് അയോൺ എന്ന് വിളിക്കുക. കാറ്റയോണുകളും ആനയോണുകളും ഉണ്ട്. അവർ തമ്മിൽ കൂടിച്ചേരുന്നത് കൂളംബിക് ഫോഴ്സ് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലൂടെയാണ്. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ അതിന്റെ സോളിഡ് സ്റ്റേറ്റിൽ അത് ഇൻസുലേറ്റർ ആയിട്ടും മോൾട്ടൺ ഓർ അക്വസ് ഫോമിൽ കണ്ടക്ടർ ആയിട്ടും ആക്ട് ചെയ്യുന്നു. Constituent particles are ions. Okay. The next one is metallic solid. Metallic solid എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് മെറ്റലുകളാണ്. കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് മെറ്റലുകളാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മെൽറ്റിംഗ് പോയിന്റ് വളരെ ഹൈ ആണ്. ഫെയർലി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. മെറ്റാലിക് സോളിഡ്സ് ഹാവ് ഫെയർലി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ ഇറ്റ് ഈസ് കണ്ടക്ടർ. ഏത് സമയത്തും അത് കണ്ടക്ടിങ് കപ്പാസിറ്റി കാണിക്കുന്നു എന്നുള്ളതാണ്. സോളിഡ് സ്റ്റേറ്റിലായാലും മോൾട്ടൺ സ്റ്റേറ്റിലായാലും ഒക്കെ മെറ്റാലിക് സോളിഡ്സ് എന്ത് ചെയ്യും? കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാർഡ് ബട്ട് മാല്യബിൾ ആൻഡ് ഡക്റ്റൈൽ. വളരെ കട്ടി കൂടിയതാണ്. മെറ്റൽ നമുക്ക് എന്ത് ചെയ്യാം? തിൻ ഷീറ്റാക്കി മാറ്റാനും ലോങ് വയേഴ്സ് ആക്കി മാറ്റാനൊക്കെ ഉള്ള കഴിവുണ്ട്. അത് ഹാർഡ് ബട്ട് മാല്യബിൾ ആൻഡ് ഡക്റ്റൈൽ. പിന്നെ പാർട്ടിക്കിൾസ് ഹെൽഡ് ചെയ്തിരിക്കുന്നത് ഏത് ഫോഴ്സിലൂടെയാണ്? പാർട്ടിക്കിൾസ് ആർ ഹെൽഡ് ബൈ മെറ്റാലിക് ബോണ്ടിങ്. മെറ്റാലിക് ബോണ്ടിങ്ങിലൂടെയാണ് പാർട്ടിക്കിൾസ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ Fe അയൺ, കോപ്പർ, മഗ്നീഷ്യം. ആ മെറ്റാലിക് സോളിഡിലെ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് മെറ്റൽസ് ഫുൾ ടൈം ഏത് സമയത്തും അതെന്താണ്? കണ്ടക്ടിങ് കപ്പാസിറ്റി കാണിക്കുന്നുണ്ട്. വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, മെറ്റാലിക് ബോണ്ടിങ്. മെറ്റാലിക് ബോണ്ടിങ്. ഓക്കെ. Then covalent solids. Covalent solidsലെ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് ആർ ആറ്റംസ്. കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾ ആറ്റങ്ങളാണ്. അവരെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതായിരിക്കും? കോവാലന്റ് ബോണ്ടിങ്. കോവാലന്റ് ബോണ്ടിങ് എന്താ നമുക്കറിയാം? ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. കോവാലന്റ് ബോണ്ടിങ് ആണ് സംഭവിക്കുക. പൊതുവെ ഇവരുടെ പ്രത്യേകത ഹാർഡാണ്. കോവാലന്റ് സോളിഡ്സ് ആർ ഹാർഡ് എക്സെപ്റ്റ് വാട്ട്? ആരൊഴികെ? എക്സെപ്റ്റ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഈസ് വെരി സോഫ്റ്റ്. അതേപോലെ തന്നെ കോവാലന്റ് സോളിഡ്സ് ആർ ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടൂല. എക്സെപ്റ്റ് ഹൂം? എക്സെപ്റ്റ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിങ് കപ്പാസിറ്റിയാണ് കാണിക്കുക. അതേപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. എക്സാമ്പിൾ സിലിക്ക, സിലിക്കൺ കാർബൈഡ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ് എക്സെട്ര. അപ്പോൾ കോവാലന്റ് സോളിഡ്സ്, കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ്, ആറ്റംസ്, bonded by covalent bonding, fairly high melting point, generally insulator except graphite,
ജനറലി ഹാർഡ് എക്സെപ്റ്റ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഈസ് സോഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോൾട്ട് എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത്. ബോർഡ് എക്സാമിന് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുക എക്സാമ്പിളുകളാണ്. എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ടൈപ്പാണ്, അത്തരം ചോദ്യങ്ങളാണ് സാധാരണ കൂടുതലായിട്ട് ഈ ഭാഗത്ത് കാണിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ 1-2 കാര്യങ്ങൾ കൂടെ പറയാം. അതായത് ലോങ് റേഞ്ച് ഓർഡർ കീപ്പ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോങ് റേഞ്ച് ഓർഡർ നമ്മളിവിടെ പറഞ്ഞു. ലോങ് റേഞ്ച് ഓർഡർ എന്തായിരിക്കും? ലോങ് റേഞ്ച് ഓർഡർ കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ഒരു കൃത്യമായ റെഗുലർ അറേഞ്ച്മെന്റ് ആണ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ കീപ്പ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അനൈസോട്രോപ്പി, ഐസോട്രോപ്പി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ വരുന്ന വേറൊരു സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലാസിന്റെ കേസിൽ. ഗ്ലാസിന്റെ താഴ്ഭാഗത്ത് ഒരുപാട് കാലം പഴയ ആൻഷ്യന്റ് ഗ്ലാസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ താഴ്ഭാഗം കട്ടി കൂടിയതായിട്ട് ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ട്? കാരണം ഗ്ലാസ് എന്നുള്ളത് ഒരു അമോർഫസ് സോളിഡാണ്. അമോർഫസ് സോളിഡാണ്, അല്ലെങ്കിൽ അതിന് സ്യൂഡോ സോളിഡ് എന്ന് വിളിക്കാം, സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് വിളിക്കും. അല്ലാണ്ട് തണുപ്പിച്ചാൽ എന്തായിട്ട് മാറും? ലിക്വിഡിനെ തണുപ്പിച്ചിട്ട് കിട്ടിയതാണ് സാധനം. അത് സൂപ്പർ കൂൾഡ് ലിക്വിഡാണ്. അത് സ്വാഭാവികമായിട്ടും സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആകുമ്പോൾ ഫ്ലോയിങ് പ്രോപ്പർട്ടി കാണിക്കും. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യും? മോൾ ഭാഗത്ത് ഇങ്ങനെ ഫ്ലോ ചെയ്ത് താഴേക്ക് എത്തും. അപ്പോൾ എന്ത് ചെയ്യുന്നു? താഴ്ഭാഗത്ത് കട്ടി കൂടിയതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഈ ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് സാധാരണ ഈ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്. അതേപോലെ തന്നെ ലോങ് റേഞ്ച് ഓർഡർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഐസോട്രോപ്പിയും അനൈസോട്രോപ്പിയും എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് വിത്ത് എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് യൂണിറ്റ് സെൽ ആൻഡ് ക്രിസ്റ്റൽ ലാറ്റിസ്. യൂണിറ്റ് സെല്ലും ക്രിസ്റ്റൽ ലാറ്റിസും. ക്രിസ്റ്റൽ ലാറ്റിസ് ആദ്യം എന്താണെന്ന് നോക്കാം. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുമ്പോൾ 3-dimensional arrangement of particles in space. ഒരു സ്പേസില് പാർട്ടിക്കിളുകൾ 3-dimensional ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിന്റെ പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. 3-dimensional arrangement of particles in space is called crystal lattice. അങ്ങനെ 3-dimensional ആയിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ഓരോരോ ചെറിയ ചെറിയ യൂണിറ്റുകൾ വേണം. ഈ ചെറിയ ചെറിയ യൂണിറ്റുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആയിട്ട് മാറും. അപ്പൊ ഈ കൂടിച്ചേരാൻ ഉപയോഗിക്കുന്ന ബേസിക് റിപ്പീറ്റിംഗ് പോർഷൻ ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. ബേസിക് റിപ്പീറ്റിംഗ് പോർഷൻ ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. അപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുമ്പോൾ 3-dimensional അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സ്പേസ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ലാറ്റിസ്. ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ബേസിക് റിപ്പീറ്റിംഗ് യൂണിറ്റ് അതൊരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടാണ്, അതൊരുപാട് ജോയിൻ ചെയ്തിട്ടാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യാം. അത്തരത്തിലുള്ള ബേസിക് റിപ്പീറ്റിംഗ് പോർഷൻ ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. നമുക്ക് ഒരു യൂണിറ്റ് സെല്ലിന് നമുക്ക് ഒരു ക്യൂബ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ക്യൂബ് ഒരു യൂണിറ്റ് സെല്ല്. അപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസ് ആണെങ്കിലോ ഒരുപാട് ക്യൂബുകളുള്ള ഒരു 3-dimensional പിക്ചറാണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പോൾ ഒരു ക്യൂബിനെ നമുക്ക് ഒരു യൂണിറ്റ് സെല്ലായിട്ട് എടുക്കാം. അപ്പൊ കുറെ ക്യൂബുകൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എല്ലാ ഭാഗത്തേക്കും കൂടി ചേർന്നിട്ടാണ് നമുക്കൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യാം. ഒരു ക്യൂബിന് എത്ര കോർണറുകൾ ഉണ്ടായിരിക്കും? ഒരു ക്യൂബിന് 1, 2, 3, 4, 5, 6, 7, 8 കോർണേഴ്സ് ഉണ്ടാവും ഒരു ക്യൂബിന്. ഇനി നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ലാറ്റിസ് പോയിന്റ് എന്താണെന്ന് ചോദിക്കും. ലാറ്റിസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസിലെ ഓരോ പോയിന്റുകളെയും പറഞ്ഞ പേരാണ് ലാറ്റിസ് പോയിന്റ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ പെട്ടതാണ് യൂണിറ്റ് സെല്ല്, നമുക്കറിയാം. അപ്പൊ യൂണിറ്റ് സെല്ലിലെ ഓരോ പോയിന്റിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കാം. ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുമ്പോൾ 3-dimensional arrangement of particles in space is called crystal lattice. Basic repeating portion of crystal lattice is called unit cell. Each point in a crystal lattice is called lattice point. Okay. Then എങ്ങനെയാണ് യൂണിറ്റ് സെല്ലുകളെ ക്യാരക്ടറൈസ് ചെയ്യുക? അതൊരു യൂണിറ്റ് സെല്ലാണെന്ന് പറഞ്ഞു. ഇതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? ഒരുപാട് യൂണിറ്റ് സെല്ലുകളുണ്ട്. 7 type of unit cell.
അല്ലെങ്കിൽ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പഠിക്കുക. അപ്പോ ക്യാരക്ടറൈസേഷൻ ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലുകൾ നമ്മൾ എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യും, എങ്ങനെ മനസ്സിലാക്കും? 2 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് ആക്സിയൽ ഡിസ്റ്റൻസ് എന്ന് പറയും. ആക്സിയൽ ഡിസ്റ്റൻസുകളാണ് ഇവിടെ നിങ്ങൾക്കുള്ള ഡിസ്റ്റൻസ് എ, then here b, here c. അപ്പോൾ ആക്സിയൽ ഡിസ്റ്റൻസ് എ ബി സി and axial angles alpha beta gamma. axial angles alpha beta gamma. ആൽഫ എന്ന് പറയുമ്പോൾ ബി സി, അതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ ആണ് ആൽഫ. സി എ അവിടുത്തെ ആക്സിയൽ ആംഗിൾ ബീറ്റ. എ ബി ആക്സിയൽ ആംഗിൾ ഗാമ. ഇനി നമുക്ക് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഏതൊക്കെയാണ് നോക്കണം. 7 ക്രിസ്റ്റൽ സിസ്റ്റംസ്, 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. 7 ക്രിസ്റ്റൽ സിസ്റ്റത്തില് 14ഓളം പോസിബിൾ വേരിയേഷൻ ഉണ്ട്, വ്യത്യസ്തമായ സ്ട്രക്ചറുകളുണ്ട്. ഈ 14 പോസിബിൾ വേരിയേഷനെയാണ് 14 ബ്രവൈസ് ലാറ്റിസ് എന്നാണ് വിളിക്കുക. 14 ബ്രവൈസ് ലാറ്റിസ്. 14 ബ്രവൈസ് ലാറ്റിസ്. ആ 14 ബ്രവൈസ് ലാറ്റിസ് ഉണ്ട്. 7 ക്രിസ്റ്റൽ സിസ്റ്റംസ്. എങ്ങനെയാണ് അവരെ വ്യത്യാസപ്പെടുത്തി, അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 7 ക്രിസ്റ്റൽ സിസ്റ്റങ്ങളാണ് ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ ഓർ ട്രയഗണൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ ഓർ ട്രയഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്. നമുക്ക് ആക്സിയൽ ഡിസ്റ്റൻസുകൾ നോക്കാം. ആക്സിയൽ ഡിസ്റ്റൻസിൽ ക്യൂബിക്കിന്റെ കേസിൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, ആംഗിള് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അവിടുത്തെ പോസിബിൾ വേരിയേഷൻ പ്രിമിറ്റീവ്. എന്താണ് പ്രിമിറ്റീവ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രിമിറ്റീവ് ബി സി സി ബോഡി സെന്റേർഡ് ക്യൂബ്, എഫ് സി സി ഫേസ് സെന്റേർഡ് ക്യൂബ്. 3 പോസിബിൾ വേരിയേഷൻ ആണ് ക്യൂബിക് സിസ്റ്റത്തിലുള്ളത്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫൈഡ്. സെക്കൻഡ് വൺ ടെട്രാഗണൽ. ടെട്രാഗണൽ ആക്സിയൽ ഡിസ്റ്റൻസിൽ ചെറിയ ഒരു വ്യത്യാസം വന്നു. എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ആക്സിയൽ ആംഗിൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90, സെയിം ടു ക്യൂബിക്. പോസിബിൾ വേരിയേഷൻ പ്രിമിറ്റീവ് ആൻഡ് ബി സി സി. എക്സാമ്പിൾ SnO2, ടിൻ ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ്, കാൽഷ്യം സൾഫേറ്റ്. തേർഡ് വൺ ഈസ് ഓർത്തോറോംബിക്. ആക്സിയൽ ഡിസ്റ്റൻസിൽ ചെറിയ വ്യത്യാസം. A not equal to B not equal to C. A not equal to B not equal to C. ആക്സിയൽ ആംഗിൾ സെയിം ആണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. പോസിബിൾ വേരിയേഷൻ പ്രിമിറ്റീവ്, ബി സി സി, എഫ് സി സി ആൻഡ് ഇ സി സി, എൻഡ് സെന്റേർഡ് ക്യൂബ്. എക്സാമ്പിൾ റോംബിക് സൾഫർ, പൊട്ടാസ്യം നൈട്രേറ്റ്, ബേരിയം സൾഫേറ്റ്. റോംബിക് സൾഫർ, പൊട്ടാസ്യം നൈട്രേറ്റ്, ബേരിയം സൾഫേറ്റ്. Then fourth one is hexagonal. Hexagonal. Hexagonal എടുക്കുമ്പോൾ ആക്സിയൽ ഡിസ്റ്റൻസ് ടെട്രാഗണലിന്റെ പോലെ ആയിരിക്കും. ആക്സിയൽ ഡിസ്റ്റൻസ് ടെട്രാഗണലിന്റെ പോലെ. അപ്പൊ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ആക്സിയൽ ആംഗിൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90, ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി. പോസിബിൾ വേരിയേഷൻ പ്രിമിറ്റീവ്. എക്സാമ്പിൾ ഗ്രാഫൈറ്റ്, സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്. ഗ്രാഫൈറ്റ്, സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്. ഫിഫ്ത് വൺ ഈസ് റോംബോഹെഡ്രൽ ഓർ ട്രയഗണൽ. റോംബോഹെഡ്രൽ ഓർ ട്രയഗണൽ. ആക്സിയൽ ഡിസ്റ്റൻസ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, ആംഗിൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90.
റോംബോഹെഡ്രലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്യൂബിക്കിന്റെ അതേ ആക്സിയൽ ഡിസ്റ്റൻസ് ആവും. ആക്സിയൽ ആംഗിളിൽ ഇവിടെ നോട്ട് ഈക്വൽ ടു എന്ന് വരും, വേറെ മാറ്റമൊന്നുമില്ല. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90. പോസിബിൾ വേരിയേഷൻ പ്രിമിറ്റീവ് ഓൺലി. എക്സാമ്പിൾ കാൽഷ്യേറ്റ്, ദാറ്റ് ഈസ് കാൽഷ്യം കാർബണേറ്റ്. അതേപോലെ സിന്നബാർ, മെർക്കുറിക് സൾഫൈഡ് HgS, that is cinnabar. The next one is monoclinic. മോണോക്ലിനിക്കിലും ട്രൈക്ലിനിക്കിലും ആക്സിയൽ ഡിസ്റ്റൻസുകൾ ഓർത്തോറോംബിക്കിന്റെ അതേ സംഭവം തന്നെയാണ്. A not equal to B not equal to C. Here also the same. A not equal to B not equal to C. മോണോക്ലിനിക്കിന്റെ കേസിൽ ആക്സിയൽ ആംഗിള് ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. ആൽഫയും ഗാമയും 90 ആണ്. ഇവിടെ ആൽഫ, ഇവിടെ ഗാമ, ഇത് രണ്ടും എന്ത് ചെയ്യും? 90 ഡിഗ്രി ആവും. ബീറ്റ നോട്ട് ഈക്വൽ ടു 120. ബീറ്റ നോട്ട് ഈക്വൽ ടു 120. പോസിബിൾ വേരിയേഷൻ പ്രിമിറ്റീവ് ആൻഡ് ECC. എക്സാമ്പിൾ മോണോക്ലിനിക് സൾഫർ, സോഡിയം സൾഫേറ്റ് 10H2O. ദെൻ ട്രൈക്ലിനിക്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആക്സിയൽ ഡിസ്റ്റൻസുകൾ മോണോക്ലിനിക്കിന്റെ അതേപോലെ തന്നെയാണ്. A not equal to B not equal to C. ആക്സിയൽ ആംഗിളുകൾ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90. ഇവിടെ ഒക്കെ നോട്ട് ഈക്വൽ ടു എന്ന് കൊടുത്താൽ ട്രൈക്ലിനിക്കിന്റെ ആക്സിയൽ ആംഗിൾ ആയിട്ട് മാറും. പോസിബിൾ വേരിയേഷൻ പ്രിമിറ്റീവ്. എക്സാമ്പിൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, കോപ്പർ സൾഫേറ്റ് 5H2O. പൊട്ടാസ്യം ഡൈക്രോമേറ്റും കോപ്പർ സൾഫേറ്റ് 5H2O. ഓക്കെ, അപ്പൊ ഇതാണ് 7 ബേസിക് ക്രിസ്റ്റൽ സിസ്റ്റംസ് ആൻഡ് 14 പോസിബിൾ വേരിയേഷൻ, 14 ബ്രവേസ് ലാറ്റിസ്. ജസ്റ്റ് നമുക്കൊന്ന് എണ്ണി നോക്കാം. ക്യൂബിക്കിന്റെ കേസിൽ 3 വേരിയേഷൻ, പ്രിമിറ്റീവ്, BCC, FCC. ടെട്രാഗണൽ 2, അപ്പൊ 5, 6, 7, 8, 9, 10, 11, 12, 13, 14. 14 ബ്രവേസ് ലാറ്റിസ്, 7 ക്രിസ്റ്റൽ സിസ്റ്റംസ്. ഓക്കെ, എൻട്രൻസിലൊക്കെ അത്യാവശ്യം ചോദ്യങ്ങൾ വരും. അത്യാവശ്യം മീൻസ് ഒരു ചോദ്യമാണ് വരിക, അധികം ഒരു ആക്സിയൽ ആംഗിളും ആക്സിയൽ ഡിസ്റ്റൻസും തന്നിട്ട് ഏത് ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ പെടുന്നു എന്ന് ചോദിക്കലുണ്ട്. ബോർഡ് എക്സാമിനും അതേപോലെ തന്നെയാണ് പലപ്പോഴും റോംബോഹെഡ്രൽ എന്ന ആൻസർ വരുന്ന രൂപത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചത് ക്രിസ്റ്റൽ സിസ്റ്റം, ക്രിസ്റ്റൽ ലാറ്റിസ്, യൂണിറ്റ് സെല്ല്, ലാറ്റിസ് പോയിന്റ്, പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് യൂണിറ്റ് സെല്ലുകളെ ക്യാരക്ടറൈസ് ചെയ്യുക, 7 crystal systems and 14 Bravais lattice. Okay. നമ്മൾ നേരത്തെ 7 crystal systems പഠിച്ചപ്പോൾ 14 Bravais lattice പറഞ്ഞു. അത് നമ്മൾ പ്രിമിറ്റീവ്, BCC, FCC, ECC തുടങ്ങിയ ടേമുകൾ നോക്കി. എന്താ നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബ് എന്ന് പറയുമ്പോൾ ആറ്റംസ് ഒക്യുപ്പൈ only at the 8 corners of a cube. ഒരു ക്യൂബിന്റെ 8 കോർണറുകളിൽ മാത്രം ആറ്റംസ് കാണപ്പെടുന്നതിനെയാണ് പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബ് എന്ന് പറയാം. അപ്പൊ സിമ്പിൾ ക്യൂബ് ഓർ പ്രിമിറ്റീവില് ആറ്റംസ് എവിടെ ഉണ്ടായിരിക്കുക? ആറ്റംസ് ഒക്യുപ്പൈ ഓൺലി അറ്റ് ദ 8 corners ഓഫ് എ ക്യൂബ്. അതായത് ക്യൂബിന്റെ 8 കോർണറുകളിലും മാത്രമായിട്ട് ആറ്റം നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ്. 8 കോർണറിൽ മാത്രം പാർട്ടിക്കിൾസ് ഓർ ആറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ പ്രിമിറ്റീവിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എത്രയായിരിക്കും? പ്രിമിറ്റീവിലെ നമ്പർ ഓഫ് ആറ്റംസ് ഓർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ ടു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയായിരിക്കും? നമുക്ക് 8 പാർട്ടിക്കിൾ ആണ്. 8 പാർട്ടിക്കിൾ ഉണ്ട്. 8 ഇൻറ്റു ഓരോന്നിന്റെയും കോൺട്രിബ്യൂഷൻ ഈ ക്രിസ്റ്റൽ സിസ്റ്റത്തിലേക്ക് എത്രയായിരിക്കും? അല്ലെങ്കിൽ ഈ യൂണിറ്റ് സെല്ലിലേക്ക് ഓരോ പാർട്ടിക്കിളിന്റെയും കോൺട്രിബ്യൂഷൻ എത്രയാണ് വരിക? അപ്പൊ ഇതെടുക്കാം. ഇതിനെ മുഴുവനായിട്ട് എടുക്കുമ്പോൾ ഈ ഒന്നിന്റെ കോൺട്രിബ്യൂഷൻ 1/8 അല്ലേ? അപ്പൊ 8 ഇൻറ്റു 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ സിമ്പിൾ ക്യൂബ് ഓർ പ്രിമിറ്റീവിലെ നമ്പർ ഓഫ് ആറ്റംസ് ഓർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ ടു 1. ഓക്കെ, നമ്പർ ഓഫ് ആറ്റംസ് ഓർ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈക്വൽ ടു 1. Then body centered cubic, that is BCC.
ബോഡി സെന്റേർഡ് ക്യൂബിക് BCC. BCC എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 8 കോർണറിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് പ്രിമിറ്റീവ് ആണ്. കൂടാതെ ചില സെന്ററുകളിൽ ഉണ്ടായിരിക്കും. അതിന് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പൊതുവായിട്ട് പറയാൻ പറ്റും. 8 കോർണറിന് പുറമെ ചില സെന്ററുകളിൽ കൂടെ കാണപ്പെടുകയാണെങ്കിൽ അതിന് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കും. അത് ഏത് സെന്ററിലാന്ന് നോക്കിയിട്ട് അതിന് മാറ്റങ്ങൾ വരാം. അപ്പൊ നമുക്ക് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല് BCCയിലേക്ക് പോവാം. നമ്പർ ഓഫ് ആറ്റംസ് or number of particles occupy at the 8 corners of cube. 8 കോർണറുകള് 8 കോർണർ ആൻഡ് ആൾസോ അറ്റ് വൺ ബോഡി സെന്റർ. 8 കോർണറിനെ കൂടാതെ ബോഡി സെന്ററിലും ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, ദാറ്റ് ഈസ് BCC. അപ്പോൾ BCCയിലെ പാർട്ടിക്കിൾസ് എവിടെയൊക്കെ ഉണ്ടാവുക? 8 കോർണറിലും ഒരു ബോഡി സെന്ററിലും പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് BCC, ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് കാണാം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 8 കോർണറിലുള്ള ആറ്റത്തിന്റെ കോൺട്രിബ്യൂഷൻ എടുക്കാം. 8 കോർണറിലുള്ള ആറ്റത്തിന്റെ കോൺട്രിബ്യൂഷൻ 8 into 1/8 പ്ലസ്, പിന്നെ ബോഡി സെന്ററിൽ ഒറ്റ പാർട്ടിക്കിളേ ഉള്ളൂ, അപ്പൊ അതിന്റെ ഫുൾ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. സോ 1 into 1. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 8 into 1/8 plus 1 into 1. That is 1 plus 1 equal to 2. Our BCCയിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 2. സിമ്പിൾ ക്യൂബിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 1. BCCയിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 2. Then third one FCC, face centered cubic. FCC പാർട്ടിക്കിൾസ് എവിടെയൊക്കെ ഉണ്ടായിരിക്കും? 8 കോർണറിലും കൂടാതെ ഫേസ് സെന്ററുകളിലും. 8 കോർണറുകളിൽ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. എട്ട് കോർണറിൽ പാർട്ടിക്കിൾ ഉണ്ടാവും. കൂടാതെ ഒരു ക്യൂബിന് 6 ഫേസ് സെന്റർ ആണെന്ന്, അവിടെയും പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ആ പാർട്ടിക്കിൾസ് occupy at the 8 corners as well as at the 6 face centers. ഫേസ് സെന്ററുകൾ ഏതൊക്കെയാണ്? ഒന്ന് ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്, ഫ്രണ്ട്, ബാക്ക്. 6 ഫേസ് സെന്റേഴ്സ്. അപ്പൊ 8 കോർണറിനെ കൂടാതെ 6 ഫേസ് സെന്ററുകളിലും പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേര് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, ദാറ്റ് ഈസ് FCC. അപ്പൊ FCCയിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എങ്ങനെ കാണാം? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു 8 കോർണറിലുണ്ട്, അപ്പൊ അതിന്റെ നമുക്ക് എടുക്കാം 8 into 1/8 പ്ലസ് 6 ഫേസ് സെന്ററിലും പാർട്ടിക്കിൾ ഉണ്ട്, അവ 6 into ഫേസ് സെന്ററിലെ പാർട്ടിക്കിളിന്റെ കോൺട്രിബ്യൂഷൻ ഹാഫ് ആണ്, അവ 6 into 1/2. അപ്പൊ എത്ര കിട്ടും? 8 into 1/8 1 plus 6 into 1/2 3, that is equal to 4. അപ്പൊ FCCയിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 4. FCCയിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 4. ദെൻ അടുത്ത ലാസ്റ്റ് വൺ ECC. ECC നമുക്ക് +2 ലെവലിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് പറയാൻ മാത്രം. ECCയിലാണെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കുക 8 കോർണറിലും 8 കോർണറിലെ കൂടാതെ ഏതെങ്കിലും 2 എൻഡ് സെന്ററുകളിൽ, ടോപ്പ് ആണെങ്കിൽ മറ്റൊന്ന് ബോട്ടം, ലെഫ്റ്റ് ആണെങ്കിൽ മറ്റൊന്ന് റൈറ്റ്, ഫ്രണ്ട് ആണെങ്കിൽ മറ്റൊന്ന് ബാക്ക്, ഏതെങ്കിലും 2 എൻഡ് സെന്ററുകളിലും പാർട്ടിക്കിൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എത്ര വരിക? 8 into 1/8 എന്നുള്ള കേസ് എടുത്തു, പ്ലസ് 2 എൻഡ് സെന്ററിലാണ് പാർട്ടിക്കിൾ ഉള്ളത്, അപ്പൊ 2 into ഓരോന്നിന്റെ കോൺട്രിബ്യൂഷൻ ഹാഫ് ആണ് വരിക. സോ 1 plus 1 equal to 2. അപ്പൊ ECCയിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 2. അത് ശ്രദ്ധിക്കേണ്ടത്
ക്രിസ്റ്റൽ സിസ്റ്റം അല്ല യൂണിറ്റ് സെല്ലുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും സെന്റേർഡ് യൂണിറ്റ് സെല്ലും. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ അറ്റ് ദ 8 കോർണേഴ്സ് ഓഫ് എ ക്യൂബ്. സെന്റേർഡ് എന്ന് പറയുമ്പോൾ ഇൻ അഡീഷൻ ടു particles at the 8 corners, some particles occupy at the centers also, at some centers also. അത് ബോഡി സെന്ററിലാണെങ്കിൽ അതിന് BCC, ഫേസ് സെന്ററുകളിലാണെങ്കിൽ അതിന് FCC, എൻഡ് സെന്ററുകളിലാണെങ്കിൽ ECC. അങ്ങനെയാണ് പേര് കൊടുക്കുക. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1, BCCയിലെ പാർട്ടിക്കിൾ 2, FCCയിലെ പാർട്ടിക്കിൾ 4, ECCയിലെ പാർട്ടിക്കിൾ 2. ഓക്കെ, ക്ലിയർ? നമുക്ക് ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഈ ഡാറ്റ വളരെ അത്യാവശ്യമുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്ലോസ് പാക്കിംഗ്. ക്ലോസ് പാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിളുകളെ വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിനെയാണ് ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. അത് പല ടൈപ്പ് അറേഞ്ച്മെന്റ് വരുത്താം. 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്, ഒറ്റ റോയിലായിട്ട് പാർട്ടിക്കിളിന് അല്ലെങ്കിൽ സ്ഫിയറിന് അറേഞ്ച് ചെയ്യുന്നതാണ് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഒരു സിംഗിൾ റോയിലായിട്ടാണ് കാണിക്കുക. അപ്പോൾ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഒറ്റ റോയിൽ കുറെ സ്ഫിയേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഒരു സ്ഫിയർ എത്ര സ്ഫിയറുമായിട്ട് ടച്ച് ചെയ്യുന്നു? ഒരു സ്ഫിയർ എത്ര സ്ഫിയറുമായിട്ട് ടച്ച് ചെയ്യുന്നു? സപ്പോസ് ഈ സ്ഫിയർ എടുക്കാം. അത് എത്ര സ്ഫിയറുമായിട്ട് ടച്ച് ചെയ്യും? ഇപ്പുറത്തൊരു സ്ഫിയറുമായിട്ട് ടച്ച് ചെയ്യും, ഇപ്പുറത്തൊരു സ്ഫിയറുമായിട്ട് ടച്ച് ചെയ്യും. അപ്പോൾ ഒരു സ്ഫിയർ അതിന്റെ നെയ്ബർ സ്ഫിയേഴ്സ് ആയിട്ട് എത്ര ഉണ്ട്? 2 മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലെ കോർഡിനേഷൻ നമ്പർ 2 എന്ന് പറയാം. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നിയറസ്റ്റ് ടച്ചിങ് സ്ഫിയേഴ്സ്. വളരെ തൊട്ടടുത്തുള്ള ടച്ചിങ് സ്ഫിയേഴ്സിന്റെ എണ്ണത്തെയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുക. അപ്പൊ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലെ കോർഡിനേഷൻ നമ്പർ ഈസ് 2. ദെൻ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് നോക്കാം. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് 2 രൂപത്തിലുണ്ടാകാം. ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, മറ്റൊന്ന് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആൻഡ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ശ്രദ്ധിക്കേണ്ടത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഉള്ളത് AAA ടൈപ്പ് ക്ലോസ് പാക്കിംഗ്. എന്താ AAA ടൈപ്പ് എന്ന് പറഞ്ഞാൽ? ഒരേ ടൈപ്പ്, അതാണ് AAA എന്ന് കൊടുക്കുന്നത്. അത് ഇവിടുത്തെ സ്ഫിയർ, ഇത് ഫസ്റ്റ് റോയൽ സ്ഫിയർ, സെക്കൻഡ് റോയൽ സ്ഫിയർ അതേപോലെ തന്നെ അതിന്റെ നേരെ മേലെ, തേർഡ് റോ വന്ന വീണ്ടും അതേ സ്ഫിയേഴ്സ് അതിന്റെ നേരെ മേലെ, ഇങ്ങനെ കൃത്യമായിട്ട് കൊടുക്കുന്നതിനെയാണ് AAA ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ കേസിൽ നമ്മളിപ്പോൾ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യാം. ഇതെടുത്തു. ഈ സ്ഫിയർ എത്ര സ്ഫിയേഴ്സുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്? നോക്ക്, ഇതുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. ഈ സ്ഫിയറുമായിട്ട് ടച്ച് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. ഇതുമായിട്ട് ടച്ച് ചെയ്യും, ഈ സ്ഫിയറുമായിട്ട് ടച്ച് ചെയ്യും, ഈ സ്ഫിയറുമായിട്ടും ടച്ച് ചെയ്യും. 4 സ്ഫിയറുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 4 സ്ഫിയറിലേക്ക് ടച്ച് ചെയ്യുന്നത് ഒന്ന് കൂട്ടി വരച്ച് നോക്കാം. നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു സ്ക്വയർ കിട്ടും. ഒരു സ്ക്വയർ കിട്ടുന്നത് കൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുക? സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നാണ് പറയുന്നത്. അത് നമ്മളിങ്ങനെ നിയറസ്റ്റ് ടച്ചിങ് സ്ഫിയേഴ്സിനെ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ വി ഗെറ്റ് എ സ്ക്വയർ. സോ ഇറ്റ് ഈസ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അപ്പൊ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന്റെ കേസില് കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? ഒരു സ്ഫിയർ 4 സ്ഫിയറുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. സോ കോർഡിനേഷൻ നമ്പർ ഈസ് 4. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് കോർഡിനേഷൻ നമ്പർ ഈസ് 4. ദെൻ 2 ഡയമെൻഷനിൽ തന്നെ അടുത്തതാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ AB ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ആണ്. അത് A എന്നുള്ള ഒരു സ്ഫിയർ, B എന്നുള്ള സ്ഫിയർ വേറെ രൂപത്തിലാണ്. ഫസ്റ്റ് റോ നോക്ക്, A ഈ സ്ഫിയർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. B എന്നുള്ള രണ്ടാമത്തെ റോ നിൽക്കുന്നത് ഇതിന്റെ നേരെ മേലെയല്ല, ഇതിന്റെ ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലാണ്. ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാല് പരസ്പരം സ്ഫിയർ ടച്ച് ചെയ്യുമ്പോൾ വരുന്ന ഗ്യാപ്പാണ് ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ. അപ്പൊ അവിടെ പോയി നിൽക്കുക. അതുകൊണ്ടാണ് ഇത് ഒന്നിങ്ങനെ നീട്ടിയിട്ടും ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ ലെവലിലേക്ക് വരച്ചു. തേർഡ് റോയോ ഫസ്റ്റ് റോയുടെ അതേപോലെ നിൽക്കും. ഫോർത്ത് റോ ലൈക്ക് സെക്കൻഡ് റോ. ഇങ്ങനെ വരുന്നതിനെയാണ് AB ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ഒരു സ്ഫിയർ എത്ര സ്ഫിയറുമായി ടച്ച് ചെയ്യുന്നുണ്ട്? 1 2 3 4 5 6
6 ടച്ചിങ് സ്പിയേഴ്സ് ഉണ്ട്. നമുക്കത് ഒന്നിച്ച് വരച്ച് നോക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ 6 സ്പിയറുകളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ഹെക്സഗണൽ സ്ട്രക്ചറാണ് കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുക? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. അപ്പോൾ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനേക്കാളും കുറച്ചും കൂടെ കോർഡിനേഷൻ നമ്പർ 6 ആയതുകൊണ്ട് തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള ക്ലോസ് പാക്കിംഗ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ദെൻ നമുക്കുള്ളത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ അത് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ് ഉണ്ടാവുക. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ടാവുന്നതാണ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ 3D ലെവലിൽ വരയ്ക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള ഡാറ്റകൾ മാത്രം പറയാം. അതിൽ 3 ടൈപ്പാണുള്ളത്. എ ടൈപ്പ്, എ ബി ടൈപ്പ്, എ ബി സി ടൈപ്പ്. എ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് 3D ക്ലോസ് പാക്കിംഗ് ഈസ് കമ്മിങ് ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗിൽ നിന്നാണ് എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ഉണ്ടാവുക. അവിടുത്തെ കോർഡിനേഷൻ നമ്പർ 6. കോർഡിനേഷൻ നമ്പർ ഈസ് 6. then എബിയും എ ബി സി ഇത് രണ്ടും ഉണ്ടാവുന്നത് ഫ്രം ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗിൽ നിന്നാണ് എ ബി ക്ലോസ് പാക്കിംഗ്, ദാറ്റ് ഈസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. എ ബി സി ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഇതൊക്കെ ഉണ്ടാവുന്നത് എവിടുന്നാണ്? ഫ്രം 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ദ കോർഡിനേഷൻ നമ്പർ ഈസ് 12. കോർഡിനേഷൻ നമ്പർ 12 ആണ്. അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി 74% ആണ്. ഏറ്റവും കൂടുതൽ പാക്കിംഗ് എഫിഷ്യൻസി ഉള്ളത് ഈ 74% ആണ്. അപ്പൊ 3 ഡയമെൻഷണൽ HCP and CCP have packing efficiency 74%. നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗില് കോർഡിനേഷൻ നമ്പർ 2, 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗിൽ കോർഡിനേഷൻ നമ്പർ 4, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് കോർഡിനേഷൻ നമ്പർ 6. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എ ടൈപ്പ് കോർഡിനേഷൻ നമ്പർ 6, എ ബി that is HCP, എ ബി സി that is CCP, both having coordination number 12. Okay, coordination നമ്പറുകൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ HCP and CCP have high packing efficiency of 74%. Okay, so our next topic is voids. Voids എന്ന് പറയുമ്പോൾ നമ്മൾ പാക്കിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വാക്കന്റ് സ്പേസുകളെയാണ് voids എന്ന് പറയുന്നത്. The vacant spaces formed during close packing is called voids. പാക്കിംഗ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ സ്ഫിയറുകൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന ചെറിയ ഗ്യാപ്പുകളെയാണ് voids എന്ന് വിളിക്കുന്നത്. ഇവിടെ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എടുക്കുമ്പോൾ 2 ടൈപ്പ് voids ആണ് അവിടെ ഫോം ചെയ്യുക. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗിൽ 2 ടൈപ്പ് voids ഉണ്ട്. ഒന്ന് ടെട്രാഹെഡ്രൽ void, മറ്റൊന്ന് ഒക്ടാഹെഡ്രൽ void. ടെട്രാഹെഡ്രൽ voidഉം ഒക്ടാഹെഡ്രൽ voidഉം. ടെട്രാഹെഡ്രൽ void എന്ന് പറയുമ്പോൾ void formed by 4 touching spheres. 4 ടച്ചിങ് സ്പിയേഴ്സ് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു എംപ്റ്റി സ്പേസ് ഉണ്ട്. അതാണ് ടെട്രാഹെഡ്രൽ void. Void formed by 4 touching spheres. ഒക്ടാഹെഡ്രൽ void എന്ന് പറയുമ്പോൾ void formed by 6 touching spheres. Void formed by 6 touching spheres, that is octahedral void. ഇവിടെ നമ്മൾ void പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എങ്ങനെ എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് ദർ ആർ n പാർട്ടിക്കിൾ, പാർട്ടിക്കിളുകളുടെ എണ്ണം n ആണെങ്കിൽ, n നമ്പർ ഓഫ് പാർട്ടിക്കിൾ അവിടെ ഉണ്ടെങ്കിൽ, ഇഫ് ദർ ആർ n പാർട്ടിക്കിൾസ്, number of tetrahedral void is equal to 2n. Number of tetrahedral void is equal to 2n. അതായത് പാർട്ടിക്കിളിന്റെ ട്വൈസ് ആയിരിക്കും. If there are n particles, number of tetrahedral void is equal to 2n. അപ്പൊ n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഒക്ടാഹെഡ്രൽ voidsന്റെ എത്രയാണ്? അത് n തന്നെയാണ്. അപ്പൊ if there are n particle, number of tetrahedral void is 2n.
നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഈക്വൽ ടു n. അത് ശ്രദ്ധിക്കേണ്ടത് വോയിഡ്സ് എന്ന് പറയുമ്പോൾ ക്ലോസ് പാക്കിംഗ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എംപ്റ്റി സ്പേസ് ഒരു വാക്കന്റ് സ്പേസ് ആണ് വോയിഡ്സ്. രണ്ട് ടൈപ്പ് വോയിഡാണ് പ്രധാനമായിട്ടുള്ളത്, ടെട്രാഹെഡ്രലും ഒക്ടാഹെഡ്രലും. അതിന് ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ കേസ് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് if there are n particle number of tetrahedral voids 2n, octahedral voids is n. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ വരും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. A compound is formed by two elements P and Q. A compound is formed by two elements P and Q. Atoms of Q as anion make HCP lattice, hexagonal close packing lattice, and those of element P as cation occupy all the tetrahedral voids. Then what is the formula of the compound? അവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് എലമെന്റ് ഉണ്ട്, ഒന്ന് P മറ്റൊന്ന് Q. പിന്നെ അവർ പറയേണ്ടത് ആറ്റംസ് ഓഫ് Q as anion. Q anion ആണ്, P cation. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ പറയുന്നത്? നമ്മളെപ്പോഴും ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യം എഴുതുന്നത് കാറ്റയോണ്, പിന്നെ എഴുതുന്നത് ആനയോൺ. അപ്പൊ ആദ്യം എഴുതുന്നത് കാറ്റയോണായ P, പിന്നെ എഴുതുന്നത് ആനയോണായ Q. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അവർ ആസ് ആനയോൺ, ആസ് കാറ്റയോൺ എന്നൊക്കെ തരുന്നത്. നമുക്ക് Q എവിടെയാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്? മേക്ക് HCP ലാറ്റിസ്, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ലാറ്റിസ്. ശ്രദ്ധിക്കേണ്ടത് ടെട്രാഹെഡ്രൽ വോയിഡ് അല്ലാത്ത ഏത് കേസ് എടുക്കുകയാണെങ്കിലും പാർട്ടിക്കിളുകളുടെ എണ്ണവും വോയിഡ്സിന്റെ എണ്ണവും സെയിം ആയിരിക്കും. ടെട്രാഹെഡ്രൽ വോയിഡ് ആണെങ്കിൽ മാത്രം എന്തായിരിക്കും? വോയിഡ്സ്, ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ എണ്ണം പാർട്ടിക്കിളിന്റെ എണ്ണത്തെ ട്വൈസ് ആയിരിക്കും, ഇരട്ടി ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് ലെറ്റ് ദ നമ്പർ ഓഫ് Q ആറ്റംസ് ബി n. Q എന്നുള്ള ആറ്റത്തിന്റെ എണ്ണം നമ്മൾ എത്രയായിട്ട് എടുക്കുന്നു? n ആയിട്ട് എടുക്കുന്നു. P ആറ്റംസ് ഇപ്പൊ എത്ര എടുക്കാം? കാരണം P എന്നുള്ളത് ടെട്രാഹെഡ്രൽ വോയിഡ്സിലാണ്. അപ്പോ എന്തെടുക്കണം? 2n എന്നെടുക്കണം. 2n. So the formula of the compound is P2n QN. രണ്ടിലും n കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. At last we get P2Q. അവസാനം നമുക്ക് എന്താ കിട്ടുക? P2Q എന്ന് മാത്രം കിട്ടും. P2Q. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Atoms of element B forms HCP lattice, and those of element A occupy 2/3 of tetrahedral voids. What is the formula? ഇവിടുത്തെ രണ്ട് എലമെന്റുകൾ എയും ബിയുമാണ്. അപ്പൊ എയിലെ വോയിഡ്സിന്റെ എണ്ണവും ബിയിലെ വോയിഡ്സിന്റെ എണ്ണവും നമുക്ക് നോക്കണം. എ എവിടെയാണുള്ളത്? 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. ബി എവിടെയാണുള്ളത്? HCP. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിന്റെ ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഇവിടുത്തെ രണ്ട് എലമെന്റ് എയും ബിയും, അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം എ എഴുതുന്നു, പിന്നെ ബി എഴുതുന്നു. നമുക്ക് എ എവിടെയാണ്? 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. അപ്പൊ നമ്മൾ കൊടുക്കുക 2/3 ഇൻറ്റു 2n എന്ന് കൊടുക്കാം. 2/3 ഇൻറ്റു 2n. ബി HCP ലാറ്റിസിലാണ്, അത് നമുക്ക് n തന്നെ കൊടുക്കാം. ആ സ്വാഭാവികമായിട്ടും കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? രണ്ട് ഭാഗത്തും n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ n പോവും. ലാസ്റ്റ് നമുക്ക് A 2 into 4/3 B എന്ന് കിട്ടും. A 4/3 B. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് A 4/3 B എന്ന് കിട്ടിയാൽ ഒരിക്കലും ആറ്റങ്ങൾ ഫ്രാക്ഷണൽ ലെവലിൽ വരില്ല. അപ്പൊ നമുക്ക് ആ 3 ഇവിടെ നിന്ന് ഒഴിവാക്കണം. 3 ഒഴിവാക്കാൻ എന്ത് ചെയ്യാം? രണ്ട് ടേമിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് ടേമിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ മൾട്ടിപ്ലൈ എന്താ കിട്ടുക? ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3യും 3യും ക്യാൻസൽ ചെയ്യും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 അവിടെ ഉണ്ടായിരിക്കും. സോ വി ഗെറ്റ് A4B3. A4B3. അപ്പൊ ഹിയർ മോളിക്കുലർ ഫോർമുല ഈസ് A4B3. ഓക്കെ, വോയിഡ്സ് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവും.